സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. സമയമായി ഉയരുവാൻ സമയമായി കർത്തൻ വരവേ നാളായി ഉയർത്തിടാൻ സമയമായി കർത്തൻ വരവേ നാളായി ഉയർത്തിടാൻ സമയമായി പോൽ ചാകാം ഈ ലോക ജീവിതത്തിൽ മണ്ണിലെ ജീവിതം നഷ്ടം വിണ്ണിലോ ഏറെ ലാഭം ഗോതമ്പുമണി പോൽ ചാകാം ഈ ലോക ജീവിതത്തിൽ മണ്ണിലെ ജീവിതം നഷ്ടം വിണ്ണിലോ ഏറെ ലാഭം സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മതങ്ങളുടെ ആകെത്തുക എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ്. ദൈവത്തെ കണ്ടെത്തുവാനുള്ള മനുഷ്യരുടെ ശ്രമങ്ങൾ. വാസ്തവത്തിൽ അതാണ് മതത്തിന് കൊടുക്കാവുന്ന നല്ലൊരു നിർവചനം. ദൈവത്തെ കണ്ടെത്തുവാനുള്ള മനുഷ്യൻ്റെ ശ്രമം. അത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് പൊതുവേ കരുതപ്പെടുന്നത്. ദൈവത്തെ തേടി മനുഷ്യൻ പോകുന്നത് തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷേ നാം ഒരു കാര്യം ഓർത്തിരിക്കണം, മനുഷ്യന് ദൈവത്തെ കണ്ടെത്തുക സാധ്യമല്ല. മനുഷ്യൻ്റെ സ്വന്തം കഴിവ് കൊണ്ടോ സ്വന്തം അധ്വാനം കൊണ്ടോ ദൈവത്തെ കണ്ടെത്തുക സാധ്യമല്ല. പ്രപഞ്ചത്തിനും അതീതനായ ദൈവത്തെ പ്രപഞ്ചത്തിലെ ഒരു നിസ്സാരനായ മനുഷ്യന് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ ദൈവത്തെ ഒതുക്കുവാൻ കഴിഞ്ഞാൽ, ആ ദൈവം വളരെ ചെറിയവനാണ്, നമ്മുടെ പിടിയിൽ ഒതുങ്ങുന്നവനാണ് എന്ന് വരും. മതങ്ങളുടെ മൊത്തം ചരിത്രം അതാണ്, ദൈവത്തെ അന്വേഷിച്ചുള്ള ഓട്ടം. ദൈവമേ, നീ എവിടെ, നീ എവിടെ, നീ എവിടെ, നിന്നെ എങ്ങനെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും എന്നതാണ് മതങ്ങളുടെ അന്വേഷണം. ദൈവത്തെ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനമായ ബൈബിളിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം നോക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട്
മനുഷ്യൻ്റെ കഴിവിനുള്ളിൽ മനുഷ്യൻ്റെ തന്നെ ശ്രമം കൊണ്ട് ദൈവത്തെ കണ്ടെത്തി ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നുള്ളതൊരു വ്യാമോഹം മാത്രമാണ്. അത് ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ദൈവം തന്നെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ലെങ്കിൽ ദൈവത്തെ മനുഷ്യന് തങ്ങളുടെ ചൊൽപ്പടിയിൽ ഒതുക്കുക, തങ്ങളുടെ ബുദ്ധിയിൽ ഒതുക്കുക, ദൈവത്തെ കണ്ടെത്തുക സാധ്യമല്ല കേട്ടോ. ദൈവത്തെ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നവർ പ്രാഥമികമായി ഓർത്തിരിക്കേണ്ട ഒരു അടിസ്ഥാന പ്രമാണമാണ് ഇത്. ദൈവത്തെ മനുഷ്യബുദ്ധിയിൽ കണ്ടെത്തുക സാധ്യമല്ല. ഇന്നത്തെ മതങ്ങളുടെ ചരിത്രവും രീതികളും പ്രവർത്തന ശൈലികളുമൊക്കെ പരിശോധിച്ചാൽ ദൈവത്തെ കണ്ടെത്തുവാനുള്ള ശ്രമമാണ് എന്ന് പറയുവാൻ യാതൊരു സംശയവുമില്ല. ദൈവത്തെ തേടി ആളുകൾ ഭൂഖണ്ഡാന്തര യാത്രകൾ നടത്തുന്നു, തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക് പോകുന്നു, വിശുദ്ധർ അല്ലെങ്കിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് പോയി നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു, അവിടുത്തെ പുണ്യനദികളിൽ സ്നാനം ചെയ്യുന്നു, അല്ലെങ്കിൽ മതങ്ങൾ പഠിപ്പിക്കുന്ന ഒത്തിരി അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അവിടെ ദൈവത്തെ കണ്ടെത്തി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഈ വക പ്രവർത്തനങ്ങൾ മതിയായതാണ് എന്ന ചിന്തയാണല്ലോ ഈ ഭക്തന്മാരെ അങ്ങോട്ടേക്ക് നയിക്കുന്നത്. എൻ്റെ പ്രിയ സ്നേഹിതരെ, ദൈവവചനമായ ബൈബിൾ ശ്രദ്ധയോടെ പഠിച്ചാൽ ബൈബിളിൻ്റെ ആദ്യ താളുകളിൽ തന്നെ ദൈവത്തെ അന്വേഷിച്ചു പോകുന്ന മനുഷ്യനെ അല്ല നാം കാണുന്നത്, മനുഷ്യനെ അന്വേഷിച്ചു വരുന്ന ദൈവത്തെയാണ് കാണുന്നത്. ഒരുപക്ഷെ ലോകമതങ്ങളും ബൈബിളും ദൈവവചനമായി ബൈബിളും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് ഇതാണ്. ലോകമതങ്ങൾ ദൈവമേ നീ എവിടെ എന്ന് ചോദിച്ച് ദൈവത്തെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടുമ്പോൾ, ഇതാ ആദാമേ നീ എവിടെ, മനുഷ്യ നീ എവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് പാപിയായ മനുഷ്യനെ തേടി വരുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഗാഥയാണ് ബൈബിളിൽ നാം കാണുന്നത്. ഈ മനുഷ്യനെ അന്വേഷിച്ചു വരുന്ന ദൈവത്തെ നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ്. ദൈവം വിലക്കിയ വിലക്കിനെ ലംഘിച്ച് പാപം ചെയ്ത് തങ്ങൾ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞ് അത്തിയില കൊണ്ട് ഒരു പാവാടയുണ്ടാക്കി ഉടുപ്പുണ്ടാക്കി ധരിച്ചിട്ട് ദൈവം അന്ന് വൈകിട്ട് മനുഷ്യനെ മീറ്റ് ചെയ്യുവാൻ വരുന്നതിൻ്റെ ശബ്ദം കേട്ട് ഒരു മരത്തിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന ആദി മാതാപിതാക്കളോട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം ചോദിക്കുന്നു, നീ എവിടെ, മനുഷ്യ നീ എവിടെ എന്ന് ചോദിക്കുന്ന ഒരു ദൈവം ദൈവമാകണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഈ ദൈവത്തിൻ്റെ സ്നേഹം, ഈ അന്വേഷണം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ച് മനുഷ്യനുമായി കൂട്ടായ്മ കൂടുന്നതിൽ സന്തോഷിക്കുന്ന ദൈവം മനുഷ്യൻ തന്നെ തള്ളി ശത്രുപക്ഷത്ത് ചേർന്ന് കഴിഞ്ഞപ്പോൾ സ്നേഹമായ ദൈവം പാപിയായ മനുഷ്യനെ തേടി വരുന്നു. ദൈവം സ്നേഹമാണെങ്കിൽ ഈ അന്വേഷണം ദൈവം നടത്തും. മനുഷ്യനെ തേടി വരുന്ന ദൈവം, ദൈവത്തെ തേടിപ്പോകുന്ന മനുഷ്യനാണ് മതങ്ങളിലെങ്കിൽ പാപിയായ മനുഷ്യനെ തേടി വരുന്ന ദൈവമാണ് സത്യദൈവം എന്ന് നാം തിരിച്ചറിയണം. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് പരിചയമുള്ളത് നിങ്ങളെ തേടി വരുന്ന ദൈവത്തെയാണോ, അതോ നിങ്ങൾ ദൈവത്തെ കണ്ടെത്താമോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ മതങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള വിധത്തിൽ ദൈവത്തെ തേടി നിങ്ങൾ എങ്ങോട്ടേക്കെങ്കിലുമൊക്കെ ഓടുകയാണ്? ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ ദൈവത്തെ തേടുകയാണോ, അതോ നിങ്ങളെ തേടി വരുന്ന ദൈവത്തിന് നിങ്ങളെ തന്നെ നിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി ദേവാലയങ്ങളിലും അമ്പലങ്ങളിലും മോസ്കുകളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഒക്കെ പോയി ഭക്തിപൂർവം പല നാളുകൾ, ചിലപ്പോഴൊക്കെ മാസങ്ങൾ തന്നെ അനുഷ്ഠാനങ്ങൾ നടത്തി ഇരിക്കുന്ന ആളുകൾക്ക് ആ ഒറ്റ കാരണം കൊണ്ട് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയാതെ വരുന്നു എന്ന് പറയുന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഭക്തിയുടെ മാർഗത്തിൽ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ അവൻ സ്വന്തം വഴികൾ വെട്ടിത്തുറക്കുകയാണ്, സ്വന്തം മാർഗങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണോ അതോ മറ്റുള്ളവരാണോ? എനിക്കിഷ്ടമുള്ള ഭക്ഷണം എന്താണ് എന്ന് തീരുമാനിക്കേണ്ടതും പറയേണ്ടതും ഞാനാണ്. എന്നെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എനിക്കിഷ്ടമുള്ള ഭക്ഷണം അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ സാധിച്ചു തരണം. പക്ഷേ മതങ്ങളുടെ ഒരു പരാജയത്തിൻ്റെ കാരണം, ദയനീയാവസ്ഥയുടെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് മതങ്ങൾ ശ്രമിക്കുന്നത്
ദൈവത്തിന് എന്താണ് ഇഷ്ടമെന്ന് ദൈവത്തോട് ചോദിച്ചിട്ട് അത് നിവർത്തിക്കുന്നതിലൂടെ അല്ല. പ്രത്യുത മനുഷ്യൻ തീരുമാനിക്കുകയാണ്, ദൈവത്തിന് ഇത് പ്രസാദകരമായിരിക്കും, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് തീർത്ഥാടനം പോകുന്നത് ദൈവത്തിന് പ്രസാദകരമായിരിക്കും, ഞാൻ ഇന്ന നേർച്ച കാഴ്ചകൾ നടത്തുന്നത് ദൈവത്തിന് പ്രസാദകരമായിരിക്കും എന്ന് മനുഷ്യൻ തന്നെ തീരുമാനിക്കുകയാണ്. ഒരു യജമാനൻ്റെ തോട്ടത്തിൽ വേലയ്ക്കായി പോയ ഒരു ദാസൻ ആ യജമാനൻ പറയുന്ന പണി ചെയ്യുമ്പോഴാണ് അവൻ കൂലിക്ക് അർഹനാവുക. അല്ലാതെ കൂലിക്കാരൻ ചെന്നിട്ട് തനിക്കിഷ്ടമുള്ള ജോലി ചെയ്താൽ യജമാനൻ കൂലി കൊടുക്കില്ലെന്ന് മാത്രമല്ല, അവനെ തോട്ടത്തിൽ നാട്ടി പുറത്താക്കാനാണ് സാധ്യത. പ്രിയ സ്നേഹിതരെ, ഭക്തന്മാരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള വഴി, മാർഗം നിങ്ങൾ തന്നെ കണ്ടെത്തിയതാണോ അതോ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതാണോ? ദൈവവചനമായ ബൈബിളിലൂടെ ദൈവം പ്രസാദിക്കുന്നത് എങ്ങനെയാണ്, എന്തിലാണ്, എപ്പോഴാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ദൈവവചനത്തിൽ ദൈവഹിതം തിരിച്ചറിയുവാൻ അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആരംഭിക്കേണ്ട സമയമായിരിക്കുന്നു. ദൈവവചനമെന്ന കാലം തെളിയിച്ച, ചരിത്രം തെളിയിച്ച, യുക്തി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിളിൽ അന്വേഷിച്ച് ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ, ദൈവം പ്രസാദിക്കുന്ന കാര്യങ്ങൾ എന്ത് എന്ന് തിരിച്ചറിയാതെ എത്ര ഭക്തിയോടെ ജീവിച്ചാലും, മനുഷ്യർ നിർമ്മിച്ച എത്ര ഭക്താഭ്യാസങ്ങൾ നടത്തിയാലും, എത്ര നേർച്ച കാഴ്ചകൾ നടത്തിയാലും, എത്ര മണിക്കൂറുകൾ പ്രാർത്ഥിച്ചാലും, എത്ര ദിവസങ്ങൾ ഉപവസിച്ചാലും ദൈവം പ്രസാദിക്കുമെന്ന് കരുതുന്നത് തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹബുദ്ധിയ പറയാനുള്ളത്, ദൈവം പ്രസാദിക്കുന്നത് എന്തിലാണ് എന്നാദ്യമേ നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ ചിന്തിച്ചതുപോലെ മനുഷ്യനെ തേടി വരുന്ന ദൈവം, മനുഷ്യ നീ എവിടെ, ആദാമേ നീ എവിടെ, നീ ഏത് ഭക്തിയുടെ മരത്തിൻ്റെ മറുവിലാണ് ഒളിച്ചിരിക്കുന്നത്, നീ ഉടുത്തിരിക്കുന്ന അത്തിവൃക്ഷത്തിൻ്റെ ഇല കൊണ്ടുള്ള വസ്ത്രം എത്ര പെട്ടെന്ന് വാടിപ്പോകുമെന്നറിയാമോ? നീ പുറത്തു വരിക, നമുക്ക് തമ്മിൽ സന്ധി സംഭാഷണം നടത്താം, നിന്റെ പ്രശ്നങ്ങളെ ഞാൻ പരിഹരിച്ചു തരാം എന്ന് പറയുന്ന സ്നേഹവാനായ ഒരു ദൈവം നിങ്ങളുടെ ഹൃദയകവാടത്തിൽ മുട്ടി വിളിക്കുന്ന ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ബൈബിളിലെ സുന്ദരമായൊരു പ്രയോഗമാണ് ദൈവത്തെക്കുറിച്ചുള്ളത്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടൊപ്പം പ്രവേശിച്ച് അത്താഴം കഴിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമൊന്ന് നോക്കൂ. മനുഷ്യനെ തേടി വന്ന് ഒരു യാചകനെ പോലെ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ മുട്ടി വിളിച്ചിട്ട്, എനിക്ക് നിൻ്റെ ഉള്ളിൽ ഇടമുണ്ടോ, നിന്നോടൊപ്പം അത്താഴം കഴിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്, നിന്നോട് കൂട്ടായ്മ ആചരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുന്ന ഒരു നല്ല ദൈവത്തിനു പകരം ഇങ്ങോട്ട് വരിക, എനിക്ക് ആവശ്യമായി ഇവിടെ എത്തിച്ചു തരിക, എനിക്ക് പണം ആവശ്യമുണ്ട്, എനിക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, എനിക്ക് ഇന്ന അനുഷ്ഠാനങ്ങൾ ആവശ്യമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ദൈവവും നമ്മെ തേടി വരുന്ന ഒരു ദൈവവും തമ്മിലുള്ള അന്തരം വലുതാണ് കേട്ടോ, വലുതാണ്. നമ്മെ തേടി വരുന്ന ദൈവം, നമുക്കാവശ്യമായതെല്ലാം നൽകുന്ന ദൈവം. 57 സങ്കീർത്തനത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവമെന്നാണ്. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം. എത്ര സുന്ദരമായൊരു പ്രയോഗമാണ്. ദൈവത്തിന് യോഗ്യമായ, ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാൻ കൊള്ളാവുന്നൊരു വാക്യമാണ്, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരു ദൈവം. എൻ്റെ പ്രിയ സ്നേഹിതരെ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്, ദൈവത്തെ അന്വേഷിച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടുന്നതിന് പകരം, അതും ഇതും ചെയ്യുന്നതിന് പകരം, ദൈവം എന്തിലാണ് പ്രസാദിക്കുന്നത്, ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കുവാൻ കഴിയും, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്ന പാപമെന്ന പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം വരുത്തുവാൻ കഴിയും എന്ന് ദൈവവചനമായ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ച് ആ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്, ആ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി സ്വന്തം വഴികൾ കണ്ടുപിടിച്ച് സ്വന്തം ഇടങ്ങളിലേക്ക് ഓടുകയല്ല വേണ്ടത്. പ്രത്യുത ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ വഴി തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരികെയാണ് വേണ്ടത്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ദൈവത്തെ തേടി ഓടിപ്പോകാതെ നമ്മെ തേടി വരുന്ന ദൈവത്തിന് നമ്മെ കണ്ടെത്തുവാനായി നിന്നു കൊടുക്കുക. പള്ളികളിലും അമ്പലങ്ങളിലും മോസ്കുകളിലും തീർത്ഥാടന സ്ഥലങ്ങളിലും ദൈവത്തെ തേടി, ദൈവത്തെ പരതി ഓടി നടക്കുന്ന മനുഷ്യനെ കണ്ടെത്തുവാൻ ദൈവത്തിനാവില്ല. എന്നാൽ
ദൈവത്തിന് വേണ്ടി നിന്നു കൊടുക്കുന്ന മനുഷ്യരെ തേടി വരുന്ന ദൈവം ആ മനുഷ്യനെ കണ്ടെത്താതെ ഇരിക്കുകയുമില്ല. ഇവിടെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്താണ് നാം ചെയ്യേണ്ടത് എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. ഈ ചോദ്യം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്, ശിഷ്യന്മാർ ചോദിക്കുകയാണ്, അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ചോദ്യം നാം ചോദിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത്? മതങ്ങൾ പഠിപ്പിക്കുന്ന അനുഷ്ഠാനങ്ങളാണോ ചെയ്യേണ്ടത്? എൻ്റെ തോന്നലുകളാണോ ഞാൻ ചെയ്യേണ്ടത്? അതോ മറ്റെന്തെങ്കിലുമാണോ? ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് എന്ത് പ്രവർത്തിക്കണമെന്ന് ചോദിക്കുന്നവരോട് യേശു പറയുന്ന ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ. വിശദീകരണം ആവശ്യമുള്ള ഒരു വാക്യമാണത്. ദൈവം അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്നാണ് കർത്താവ് കൊടുത്ത ഉത്തരം. എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നതല്ല, മനുഷ്യൻ കണ്ടുപിടിച്ച ഭക്താഭ്യാസങ്ങൾ ചെയ്യുന്നതല്ല, പ്രത്യുത ദൈവം അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന്. ആരാണ് ദൈവം അയച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം വ്യക്തമാണ്. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏകസത്യ ദൈവമായ പിതാവ് അയച്ച പുത്രനിലാണ് നാം വിശ്വസിക്കേണ്ടത്. അതെന്തുകൊണ്ടാണ് ഈ ഏകസത്യ ദൈവമായ പിതാവിലാണ് വിശ്വസിക്കേണ്ടതെന്ന് മാത്രം പറയാതെ പിതാവ് അയച്ച പുത്രനിലും വിശ്വസിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. കാരണം അവിടെയാണ്, പുത്രനിലാണ് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്ന പാപമെന്ന മാരക പ്രശ്നത്തിന് പരിഹാരമുണ്ടായത്. പാപമാണ് മനുഷ്യനെ ദൈവത്തോട് അകറ്റുന്നത്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മതിൽ പണിതത് പാപമാണ്. പരിശുദ്ധനായ ദൈവം, ദൈവത്തോട് മത്സരിക്കുന്ന അശുദ്ധനായ മനുഷ്യൻ, പരസ്പരം അടുത്തുകൂടാൻ കഴിയാതെ വണ്ണം അകന്നു നിൽക്കുന്ന പരിശുദ്ധനായ ദൈവവും അശുദ്ധനായ മനുഷ്യനും. പാപമെന്ന മതിലിനെ പൊളിച്ചു കളയാതെ ഇനി ദൈവത്തിനും മനുഷ്യർക്കും തമ്മിൽ സമ്പർക്കം സാധ്യമല്ല. എങ്ങനെയാണ് ഈ മതിൽ പൊളിച്ചു കളയുക? മതങ്ങൾക്ക് അവരുടേതായ, നമ്മൾ നേരത്തെ ചിന്തിച്ചതായ അനേക അനുഷ്ഠാനങ്ങളുണ്ട് പാപമെന്ന മതിൽ പൊളിച്ചു കളയുവാൻ. തീർത്ഥാടനങ്ങളും നേർച്ചകാഴ്ചകളും നോമ്പുകളും പരിഹാര പ്രദർശനങ്ങളും സ്വയപീഡനവും ഒക്കെ പാപപരിഹാരാർത്ഥം ചെയ്യുവാൻ മതങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ മതങ്ങൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. പാപം തൊലിപ്പുറത്തുള്ള ഒരു പ്രതിഭാസമല്ല, രക്തത്തിലുള്ള ഒരു പ്രതിഭാസമല്ല, ശരീരത്തിലുള്ള ഒരു പ്രതിഭാസമല്ല. പ്രത്യുത മനുഷ്യൻ്റെ ആത്മാവിൽ പറ്റിയ കറയാണ്. മനുഷ്യൻ്റെ ആത്മാവിൽ പറ്റിയ കറ കഴുകിക്കളയുവാൻ ശക്തമായ ഒരു ഡിറ്റർജൻറ്റും ഒരു നദിയും ഒരു മലയും ഒന്നും ഈ ഭൂമുഖത്ത് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ലാതിരിക്കെ പാപത്തെ കഴുകിക്കളയുവാൻ ദൈവം കണ്ടുപിടിച്ച മാർഗമാണ് നാം തിരിച്ചറിയേണ്ടത്. ആ മാർഗമാണ് അവൻ അയച്ചവനിൽ വിശ്വസിക്കുക എന്നത്. യേശുക്രിസ്തുവിൻ്റെ ആഗമനോദ്ദേശം എന്താണ്? ചില ആളുകളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ആഗമനോദ്ദേശം ഈ ഭൂമിയിൽ മനുഷ്യർക്ക് സുഖമായി ജീവിക്കുവാൻ ഇടമൊരുക്കുക, വേദി ഒരുക്കുക എന്നാണ്. രോഗസൗഖ്യം, സാമ്പത്തിക നേട്ടങ്ങൾ, വീട്, കാറ്, ഇതൊക്കെയാണ് പലരും യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം. ഒരു വാക്യം ഞാൻ സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഈ ലോകത്തിൽ മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരും അരിഷ്ടന്മാരത്രേ. ഈ ലോകത്തിലെ നന്മകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ഭോഷന്മാരാണ് എന്ന് ബൈബിൾ പറയുന്നു. എന്തിനാണ് ഈശോ മിശിഹാ വന്നത്? യേശു കർത്താവ് വന്നത് എന്തിനാണ്? ഉത്തരം വളരെ വ്യക്തമാണ്. ബൈബിൾ അനേക ഇടങ്ങളിൽ യേശുവിൻ്റെ ആഗമനോദ്ദേശം പാപപരിഹാരാർത്ഥമാണ് ഈശോ മിശിഹാ ഭൂമിയിൽ അവതരിച്ചത് എന്ന് ദൂതൻ പറയുന്നുണ്ട്. ഇവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാനിരിക്കൊണ്ട് അവൻ രക്ഷകൻ എന്ന് പേർ വിളിക്കണം. യേശുവിൻ്റെ ആഗമനോദ്ദേശം രോഗശാന്തിയല്ല, ഭൗതിക നന്മകളും നേട്ടങ്ങളുമല്ല, സതുപദേശങ്ങൾ നൽകുകയുമല്ല. പ്രത്യുത മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന പാപമെന്ന പ്രശ്നത്തെ പരിഹരിക്കണം. ഇവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാനിരിക്കൊണ്ട് യേശു കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ വീണ്ടെടുപ്പ് വിലയായി തൻ്റെ പ്രാണനെ വെച്ചു കൊടുക്കുവാനുമാണ്. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ വന്നു എന്ന പ്രസ്താവന വിശ്വാസ്യമാണ് എന്ന് പൗലോസ് പറയുന്നുണ്ട്. നോക്കൂ, ഈശോ മിശിഹായുടെ ആഗമനോദ്ദേശം പാപശാന്തിയാണ്, രോഗശാന്തി അല്ല കേട്ടോ. രോഗശാന്തി അവൻ നൽകും, പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ഉത്തരം കൊടുക്കും, മനസ്സലിഞ്ഞ് ദൈവം സൗഖ്യം കൊടുക്കും. പക്ഷേ ശരീരത്തിൻ്റെ രോഗത്തെക്കാൾ എത്രയോ ഗൗരവമുള്ളതാണ് ആത്മാവിൻ്റെ രോഗമായ പാപം. ആത്മാവിൻ്റെ രോഗം
നമ്മുടെ നിത്യമരണത്തിന് കാരണമാകുമ്പോൾ അത് പരിഹരിക്കാതെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോവുക സാധ്യമല്ല. എങ്ങനെയാണ് ഈശോ മിശിഹ പാപത്തിന് പരിഹാരം വരുത്തിയത്? ഉത്തരം ലളിതമാണ്, പക്ഷേ അത് മനസ്സിലാക്കുവാൻ പലരും പരാജയപ്പെട്ടിരിക്കുന്നു. ഈശോ മിശിഹ പാപത്തിന് പരിഹാരം വരുത്തിയത് പാപത്തിൻ്റെ ശമ്പളമായ മരണം, പാപി അനുഭവിക്കേണ്ട പാപത്തിൻ്റെ ശമ്പളമായ മരണം, പാപിയുടെ അക്കൗണ്ടിൽ കിടന്ന മരണമെന്ന ആ വലിയ ശാപത്തെ പാപിയുടെ അക്കൗണ്ടിൽ നിന്നും ഈശോ മിശിഹ ഒപ്പിട്ട് താൻ തന്നെ ആ മരണം ഏറ്റുവാങ്ങി. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിക്കുന്നുവെന്നാണ് ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത്. ഒരുവൻ, പരിശുദ്ധനായ ഒരുവൻ, ദൈവപുത്രൻ, നമ്മയെല്ലാം സൃഷ്ടിച്ചവൻ, നമ്മുടെ പകരക്കാരൻ, ഒരു പാപവും ചെയ്യാതിരുന്നു. അവൻ മരിക്കേണ്ടിയ കാര്യമുണ്ടായിരുന്നില്ല, പക്ഷേ അവൻ മരിച്ചു. എന്തുകൊണ്ട്? ബലഹീനത കൊണ്ടാണോ? അല്ല. അവൻ പാപം ചെയ്തിട്ടാണോ? അല്ല. പിടിക്കപ്പെട്ടു പോയതുകൊണ്ടാണോ? അല്ല. പ്രത്യുത അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി മരിക്കുകയായിരുന്നു. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിക്കുകയായിരുന്നു. ഈ പുത്രനിൽ ആശ്രയിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് നീതിപൂർവകമായ സയുക്തികമായ പാപമോചനമുണ്ട് എന്നതാണ് സുവിശേഷം. യേശുവിൻ്റെ രക്തം അഥവാ മരണം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് യോഹന്നാന്റെ ലേഖനം വ്യക്തമായി നമ്മോട് പറയുന്നു. സകല പാപത്തെയും പോക്കി ഒരു മനുഷ്യനെ വിശുദ്ധനാക്കുവാൻ പര്യാപ്തമായ ഒരേ ഒരു ഡിറ്റർജൻറ്റ്, ഒരേ ഒരു സോപ്പ് യേശുവിൻ്റെ രക്തമാണ് അഥവാ യേശുവിൻ്റെ മരണമാണ്. കാരണം പാപത്തിൻ്റെ ശമ്പളമായ മരണം പാപിക്ക് വേണ്ടി പരിശുദ്ധനായവൻ അനുഭവിച്ചു തീർത്തപ്പോൾ ഏതൊരു പാപി അവനിൽ ആശ്രയിക്കുന്നുവോ അവന് ഇനിമേൽ ശിക്ഷാവിധിയില്ല. റോമാലേഖനം 8-1 ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇനിമേൽ ശിക്ഷാവിധിയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ദൈവം പാപശാന്തിക്കായി അയച്ച തൻ്റെ പരിശുദ്ധനായ പുത്രൻ്റെ മരണത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് പാപങ്ങൾ കഴുകപ്പെട്ട് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിനു പ്രസാദകരമായ പ്രവൃത്തി. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവർ സൽപ്രവൃത്തികളിൽ സമ്പന്നരാകണം എന്നുള്ളത് രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതശൈലിയാണ്. നമ്മുടെ വിഷയം എങ്ങനെ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടവർ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അടുത്ത വിഷയമാണല്ലോ. പ്രിയ സ്നേഹിതരെ, ദൈവനാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യട്ടെ. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവിടെയും ഇവിടെയും ഓടി നടക്കുകയല്ല വേണ്ടത്. ദൈവമേ നീ എവിടെയെന്ന് നിലവിളിച്ചുകൊണ്ട് ഓടി നടക്കുകയല്ല വേണ്ടത്. പ്രസ്തുത ആദാമേ നീ എവിടെയെന്ന് ചോദിച്ചു വരുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ സറണ്ടർ ചെയ്യുക, കീഴടങ്ങുക. ദൈവമേ അടിയനിതാ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുൻപാകെ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ നമ്മെ കഴുകി വിശുദ്ധരാക്കി ദൈവമക്കളും അവകാശികളുമാക്കി തീർക്കുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു എന്നതാണ് സുവിശേഷം. ഈ സുവിശേഷം വിശ്വസിക്കുവാൻ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർവമഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. കാഹളധ്വനിയതു കേൾക്കാൻ കാതുകൾ ഉയർത്തിടാം, മേഘത്തേരതിലേറി പോയിടാം നാം ഒന്നായി. കാഹളധ്വനിയതു കേൾക്കാൻ കാതുകൾ ഉയർത്തിടാം, മേഘത്തേരതിലേറി പോയിടാം നാം ദൈവത്തെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും വിലപ്പെട്ടതായിരിക്കുന്ന ഒരു സത്യമാണ്, പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യൻ്റെ പാപത്തിൻ്റെ മേൽ കണ്ണടയ്ക്കുവാനായിട്ട് ദൈവത്തിന് കഴിയുകയില്ല. കാരണം ദൈവം നീതിമാനാണ്. എന്നാൽ പാപിയായിരിക്കുന്ന മനുഷ്യനെ ദൈവം എങ്ങനെയാണ് നീതീകരിക്കുന്നത്? അതൊരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരമാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അന്വേഷണങ്ങൾ പലപ്പോഴും എത്തി നിൽക്കുന്നത് വികലമായിരിക്കുന്ന ചിന്തകളിലാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായ മനുഷ്യൻ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അധ്വാനിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ ദാനധർമ്മങ്ങൾ, സൽപ്രവൃത്തികൾ, കൂദാശകൾ, പ്രാർത്ഥനകൾ തുടങ്ങിയതായിരിക്കുന്ന വിവിധ കർമ്മങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് മോക്ഷം പ്രാപിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതായിരിക്കുന്ന വികലമായിരിക്കുന്ന ചിന്തയിലാണ് മനുഷ്യൻ എത്തി നിൽക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ അടിവരയിട്ട് പറയുന്ന സത്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. പിന്നെ ദൈവം എങ്ങനെയാണ് പ്രസാദിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ അയച്ചവനിൽ
വിശ്വസിക്കുന്നത് വഴിയാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവം ആരെയാണ് അയച്ചത്? അത് പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരക്കാരനായി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നാം ഇനി യാതൊരു കർമ്മങ്ങളോ യാതൊരു യാഗങ്ങളോ കഴിക്കേണ്ട ആവശ്യമില്ല. നാം ചെയ്യേണ്ടത് ഇത്രമാത്രം: കർത്താവ് ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം മതിയാകും. നമ്മുടെ പാപങ്ങളെ ദൈവമുമ്പാകെ ഏറ്റുപറഞ്ഞ് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ആ നിമിഷം നിങ്ങൾ രക്ഷിക്കപ്പെടും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന ഉറപ്പാണ്. ആ ഉറപ്പ് പ്രാപിക്കുവാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, മഹാപരിശുദ്ധനായിരിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് നീതിമാനായിരിക്കുന്ന ദൈവമാണ്. അവിടുന്ന് മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവമാണ്. സ്നേഹവാനായ ദൈവം മനുഷ്യന് ഒരുക്കിയതായിരിക്കുന്ന രക്ഷാകര പദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. ആ ക്രൂശിനെ നോക്കി ആർ വിശ്വസിക്കുന്നുവോ അവന് രക്ഷ കർത്താവ് നൽകുന്നു എന്നുള്ളത് എത്രയോ സന്തോഷകരമായിരിക്കുന്ന വാർത്തയാണ്. പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് അത്രേ പിതാവായ ദൈവത്തിന് മുമ്പാകെ പ്രസാദമുള്ള പ്രവൃത്തി എന്ന വചനത്തിലൂടെ ഞങ്ങൾ വായിക്കുന്നു. കർത്താവ് ഈ സന്ദേശം ഇന്ന് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. ഈ നിലയിലുള്ള വിശ്വാസത്തിലേക്ക് വരുവാൻ അവിടുന്ന് ഹൃദയങ്ങളോട് സംസാരിക്കണമേ. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി